മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദാ, മറ്റാരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ റബ്ബിൽ ഞാൻ ആരെയും പങ്കുചേർക്കില്ല. ഇബ്രാഹിം നബിയോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്, നോഹ് നബിയോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്, മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ റബ്ബിൽ ഞാൻ ആരെയും പങ്കുചേർക്കില്ല. അല്ലാഹുവോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. മുസ്ലിയാർ പറഞ്ഞതോ ഇബ്ലീസിന്റെ വാദമാണത്രേ അത്. ഇബ്ലീസിന്റെ വാദമാണോ പ്രഖ്യാപിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൽപ്പിക്കുന്നത്? ചിന്തിച്ചുകൂടെ സഹോദരങ്ങളെ? എന്താണ് ഈ സലഫികൾ പറയുന്നത്? എന്തിലേക്കാണ് ഇവർ ജനങ്ങളെ ക്ഷണിക്കുന്നതെന്ന് ഇനിയെങ്കിലും ആലോചിച്ചുകൂടെ നിങ്ങൾക്ക്? അപ്പൊ അലവി സഖാഫിക്ക് ഒരു ന്യായീകരണമുണ്ട്. അയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക. എന്താണ്? സുന്നികൾ നമ്മൾ അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാം എന്ന് പറയാറില്ല, അല്ലാഹുവോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നവരാണ് ഞങ്ങള്. വൈദ്യ ശേഖയെ രക്ഷിക്കണമെന്ന് പറയുന്നതിന് പ്രാർത്ഥന ഞങ്ങൾ പറയാറില്ല. കേട്ടോളൂ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുന്നത്, ഇപ്പോഴും നമ്മൾ തർക്കത്തിന് അകലെയാണ് നിങ്ങളുള്ളത്. നിങ്ങൾ പ്രാർത്ഥന എന്നുള്ള പേര് പറഞ്ഞു എന്നെടുത്താ നിങ്ങളുള്ളത്. ഞാൻ പറഞ്ഞു നമ്മളെ പദത്തിലല്ല, ഞങ്ങൾ ഉറച്ചു പറയുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന എന്നത് സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസക്ക് സുന്നികൾ പറയുന്നില്ല, പറയാറുമില്ല. മുഹയ്യദ്ദീൻ ശൈഖെ കാക്കണേ, റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് നബി തങ്ങളെ കാക്കണേ എന്നു പറയുന്ന ഈ പദത്തിന്, ഈ ചോദ്യത്തിന്, ഈ അപേക്ഷക്ക്, ഈ യാചനക്ക്, ഈ തേട്ടത്തിന് പ്രാർത്ഥന എന്ന് പറയാറില്ല. അതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്. അത് ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. അത് നിങ്ങൾ എത്ര കളവ് പറഞ്ഞാലും ശരി, ഞങ്ങളത് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയുന്ന ചെയ്യും. ഞങ്ങൾ അങ്ങനെ പറയാറില്ല. എന്ത് പറയാറില്ല? പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറയാറില്ല എന്നാ പറയാറില്ലേ? നോക്ക, നമ്മള് കുണ്ടുതോട് വാദപ്രതിവാദത്തിന് തയ്യാറാക്കിയ വ്യവസ്ഥ, 974 തയ്യാറാക്കിയ വ്യവസ്ഥ, വാദപ്രതിവാദം നടന്നില്ല. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? കേട്ടോ, മുഹയ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണെന്ന് മുജാഹിദുകൾ, ശിർക്കല്ല മുബാഹ് അഥവാ അനുവദനീയം ആണെന്ന് സുന്നികൾ. ഞങ്ങൾ പറയാറില്ല. ഇതാണ് അലവി സഖാഫി, ഇതാണ് സാധനം. ഇനി ഇതിൽ പങ്കെടുത്ത ആൾക്കാർ സുന്നികളല്ലേ? കേട്ടോ, ആരൊക്കെ? സുന്നിപക്ഷം പി അബ്ദുറഹിമാൻ മുസ്ലിയാർ വാണിയമ്പലം, ഇ കെ ഹസൻ മുസ്ലിയാർ, എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം, പി മുഹമ്മദ് മുസ്ലിയാർ പത്തപ്പിരിയം, പി മുഹമ്മദ് മുസ്ലിയാർ കാളി കാവനൂര്, പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ കാളി കാളികാവ്. ഇവരൊന്നും സുന്നികളല്ല. സുന്നികൾ അങ്ങനെ പറയാറില്ല. അണുപിടന്നെ ബടായി. ഇനി സഹോദരങ്ങളെ വേണോ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ പുസ്തകം ശിഥിലതന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ, ഇതിന്റെ 21ാമത്തെ പേജിൽ പറയുന്നു ഇതേ ആശയത്തിൽ ഒരു ചോദ്യമാണ്, ഉത്തരമാണ്. മുഹയ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഉത്തരോ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറയാറില്ല എന്നല്ല, നീ പറഞ്ഞോ അനുവദനീയമാണ്. അതിന് ഖുർആനിലും ഹദീസിലും തെളിവുണ്ട്. ഇനി വേണോ? കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദം, ആ സംവാദത്തിൽ പറഞ്ഞു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുസ്ലിയാർ എഴുതിയ പുസ്തകം എന്താണെന്നറിയോ? OM തരുവൻ എഴുതിയ പുസ്തകത്തിൽ പറയുന്നത്, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. എന്തിന്? അല്ലല്ലാത്തോട് വിളിച്ച് പ്രാർത്ഥിക്കാന്നുള്ളത് തെളിവായിട്ട് ഒന്നല്ല രണ്ടല്ല ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. അലവി സഖാഫി പറഞ്ഞതോ അങ്ങനെ പറയാറില്ല. ചിന്തിക്കുക, നിങ്ങൾ ആരെയും കബളിപ്പിക്കണേ. ഇനി സഹോദരങ്ങളെ, ചിലപ്പോ വേറെ വ്യാഖ്യാനം ഉണ്ടാവും. മൂപ്പര് തന്നെ ഇവിടെ പറയാൻ നോക്കി. പ്രാർത്ഥന എന്ന് പറഞ്ഞ പല അർത്ഥങ്ങളുണ്ട്. യാചന, അതേപോലെ തന്നെ അപേക്ഷ, ഹർജി കൊടുക്കുക, അങ്ങനെ പല അർത്ഥമുണ്ട്. ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ മുസ്ലിങ്ങൾ പ്രാർത്ഥന എന്ന പദം എന്തിനാ പ്രയോഗിക്കാറുള്ളത്? സാധാരണ ഹർജിക്ക് പറയും, സാധാരണ പറയൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചോദിച്ചതല്ലേ, ഇതുപോലെ പരിപാടിക്ക് മൈക്ക് പെർമിഷൻ വേണം. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൈക്ക് പെർമിഷൻ പ്രാർത്ഥിച്ചു എന്ന് പറയലുണ്ടോ? സുന്നി പറയലുണ്ടോ? മുജാഹിദ് പറയലുണ്ടോ?
അതിന് മുസ്ലിങ്ങൾ പ്രാർത്ഥന എന്ന് പറയലുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക് മാത്രമാണ്. എന്റെ വക പറയുന്നതല്ല, ഞങ്ങളുടെ ആരുടെയും വക പറയുന്നതല്ല. ഇതാ സുലൈമാൻ സഖാഫി മാളിയേക്കന്റെ പുസ്തകമാണിത്. മറന്നുപോയോ അലവി സഖാഫി? നിങ്ങൾ ഇയാള് ഒരു കാലത്ത് നിങ്ങളുടെ ഉറ്റ തോഴനായിരുന്നില്ലേ? അവസാനം എന്താണ് ആഭ്യന്തര പ്രശ്നം നമുക്കറിയില്ല. ഏതായിരുന്നാലും ഇയാൾ ഒന്നുകൂടെ ഖേമനാകാൻ നോക്കിയതാ. സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്തും തിരുത്താൻ ശ്രമിച്ചു. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നുള്ളത് റസൂല എന്നാക്കി അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടുക എന്ന നിലക്ക് അർത്ഥവ്യത്യാസം വരെ വരുത്തി, ആയത്തിന്റെ ഹെറക്കത്തിൽ മാറ്റം വരുത്തി, അർത്ഥത്തിലും മാറ്റം വരുത്തി, തിരുത്തി ഒന്നുകൂടെ ക്ഷേമനാവാൻ ശ്രമിച്ചതായിരുന്നില്ലേ? മുജാഹിദ് പ്രസ്ഥാനം തൊണ്ടി സഹിതം പിടികൂടി. അത് ഖുർആനിൽ തിരിമറി നടത്താൻ ശ്രമിക്കുന്ന സമൂഹമേ, തിരിച്ചറിഞ്ഞോളൂ സഖാഫിമാരെ എന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചു. ശേഷം വല്ലാതെ അലവി സഖാഫിയുടെ കൂടെ ഇയാളെ കാണുന്നില്ല. ഏതായിരുന്നാലും ഈ പുസ്തകം നിങ്ങൾ പിൻവലിച്ചിട്ടില്ലല്ലോ. ഈ പുസ്തകത്തിൽ ഈ സുലൈമാൻ സഖാഫിന്റെ 36-ാമത്തെ പേജിൽ പറയുന്നത് കേട്ടോളൂ. ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് മുസ്ലിങ്ങൾ പ്രയോഗിക്കാറുള്ളൂ. അപ്പൊ കാന്തപുരവോക്ക് മുസ്ലിയാരെ മുസ്ലിമല്ലേ? പൊന്മള മുസ്ലിമല്ലേ? കുണ്ടുതോട് സംവാദത്തിന്റെ വ്യവസ്ഥയിൽ പങ്കെടുത്ത മുസ്ലിയാക്കന്മാർ മുസ്ലിങ്ങളായിരുന്നില്ലേ? അവരൊക്കെ എന്തിനായിരിക്കും പ്രയോഗിക്കുക? ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക് മാത്രം. അത് അല്ലാഹു അല്ലാതെ നടത്താമെന്ന് ആയത്തോതി എന്നാണ് കാന്തപുരം പറഞ്ഞത്. അത് അല്ലാഹു അല്ലാതെ നടത്താമെന്നാണ് പൊന്മള പറഞ്ഞത്. ആ പ്രാർത്ഥന അല്ലാഹുവിന് മാത്രമെന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്നാണ് ഹാഷിം നഈമി പറഞ്ഞത്. അതുപോലെ മുസ്ലിയാക്കന്മാരുടെ മറ്റു വാദഗതികൾ നിങ്ങൾ കൂട്ടി വായിക്കുക. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് മുജാഹിദിൽ പറയുന്നത്. ഇത് പുത്തനാശയമല്ല, നവീന ചിന്താഗതിയല്ല, അല്ലാഹു പഠിപ്പിച്ച ആശയമാണ്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അവന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അമ്പിയാക്കളോടും പറ്റൂല, ഔലിയാക്കളോടും പറ്റൂല, അല്ലാഹയല്ലാത്ത ആരോടും പറ്റില്ല. ഇതല്ലേ അല്ലാഹു പഠിപ്പിച്ചത്? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് ബൽ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അദല്ലു, ആരാണ് ഏറ്റവും വഴിപിഴച്ചവൻ? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ വേറെ ആരാ ഉള്ളത്? വേറെ ആരുമില്ല. അവരുടെ പ്രാർത്ഥനയെ തൊട്ട് ഇവർ ശ്രദ്ധിക്കുന്നില്ല, അതറിയുന്നില്ല. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ മറ്റാരാ ഉള്ളത്? വേറെ ആരുമില്ല എന്നർത്ഥം. നോക്കൂ സഹോദരങ്ങളെ, ഇതല്ലേ കാര്യം. എന്നിട്ട് അല്ലാഹുവോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ വാദമോ? എവിടേക്കാണ് ഈ മുസ്ലിയാക്കന്മാരെ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? ഇത് പറയുമ്പോ ഒരു സംശയം. എന്താണ്? അല്ലാഹുവിനെ പോലെ മറ്റൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോഴല്ലേ ശിർക്കുണ്ടാകുന്നത്? അല്ലെങ്കിൽ ശിർക്ക് വരില്ലല്ലോ. മുഹീദ്ദീൻ ശൈഖോ റിഫായി ശൈഖോ അല്ലാഹുവിനെ പോലുള്ള കഴിവുള്ളവരാണെന്ന വിശ്വാസം നമുക്കില്ലല്ലോ എന്നാണ് നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന അടുത്ത സംശയം. അഥവാ മുഹീദ്ദീൻ ശൈഖിന് അല്ലാഹു കൊടുത്ത കഴിവേ ഉള്ളൂ, സ്വന്തമായിട്ട് യാതൊരു കഴിവും അതുപോലൊന്നും കാണാനുള്ള കഴിവോ കേൾക്കാനുള്ള കഴിവോ അറിയാനുള്ള കഴിവോ ആർക്കില്ല? മുഹീദ്ദീൻ ശൈഖിനില്ല, അല്ലാഹു കൊടുത്തത് മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. അതെങ്ങനെയാണ് ശിർക്ക് വരിക? അതുകൊണ്ട് എങ്ങനെയാണ് ശിർക്ക് സംഭവിക്കുക എന്നാണ് മുസ്ലിയാക്കന്മാർ ചോദിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാർ പറഞ്ഞു എവിടെ എത്തി നിങ്ങൾ ആലോചിക്കണം. ഒരു ഭാഗം നിങ്ങൾ സ്ക്രീൻ കാണാൻ പോവാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുകയാണ് ഒരു മുസ്ലിം, അബ്ദുൽ ജബ്ബാർ സഖാഫി എന്ന് പറയുന്ന ഒരു സഖാഫി. മൂപ്പർ പറയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൈവീകമായ ഗുണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന വാദം ശരിയല്ല. എന്ത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്
ദൈവികമായ ഗുണങ്ങൾ സവിശേഷതകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മുജാഹിദുകൾ എഴുതുന്നത്, പറയുന്നത്. ആ വാദം ശരിയല്ല. കേട്ടോളൂ. വരുന്നത് അള്ളാഹുവിന്റെ, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ്. ഏതാണ് ആ ദൃഷ്ടാന്തം? ഈസാ നബിക്കുള്ള കഴിവെന്താ? അഖ്ലുഖുലകും മിനത്തീനിക ഹൈഅത്തി ത്വയ്രി, കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപം ഞാൻ ഉണ്ടാക്കും. ഈസാ നബി അലൈഹിസ്സലാം ദൈവികമായ കഴിവില്ലാത്ത ആളല്ല. ഞാൻ ഇന്നലെ വായിച്ചു ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചത് പ്രവാചകന്മാർക്ക് ദൈവികമായ യാതൊരു പ്രത്യേകതയും ഇല്ല എന്നാണ്. എങ്കിൽ അത് ശരിയല്ല. പ്രവാചകന്മാർ ഇത് വേറെ സഖാഫി എവിടുക്കാപ്പതൊക്കെ പോക്കുകൾ ആലോചിച്ചാളി. ഈ പ്രവാചകന്മാർക്ക് ദൈവികമായ ഒരു കഴിവുമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ദൈവികമായ കഴിവ് പ്രവാചകന്മാർക്ക് ഉണ്ട്. ഇനി എങ്ങോട്ടാ അതെത്താൻ നിങ്ങളൊന്ന് ആലോചിക്കുക. എവിടേക്കാണ് ഈ മൊയ്ലിയാമാരി കൗമിനെ കൊണ്ടുപോണത്? ഞങ്ങൾ ഈ പരിപാടി വെക്കണ്ടേ? ഇതിന് ഉഷാറായി വെക്കണ്ടേ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ മാത്രല്ല, ഷെയ്ഖ് ജീലാനി സപ്ലിമെന്റ് ഈ പുസ്തകത്തിൽ മുഹീദ്ദീൻ കുഴിപ്പുറം എന്ന് പറയുന്ന മുസ്ലിയാർ എഴുതി എന്താണെന്നറിയോ? കേട്ടോ, ഒരു ഹദീസ് വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം ആ ഹദീസ് വെച്ചിട്ട് പറയാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസമെന്നെ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അല്ല കേൾക്കണ പോലെ സ്ഥലശബ്ദ വ്യത്യാസമെന്നെ കേൾക്കാൻ കഴിയും. പിന്നെ ഇങ്ങനെ പുറത്ത് പറഞ്ഞു പറയാ എന്ത്? അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. അല്ല സഹായിക്കണ പോലെ സഹായിക്കേ, അല്ല കാണുന്ന പോലെ കാണേ, അല്ല കേൾക്കുന്ന പോലെ കേൾക്കേ. പ്രിയമുള്ളവരെ, എവിടേക്കാണ് ഈ സമൂഹം എത്തിപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇതല്ലേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്? പ്രിയമുള്ളവരെ, അങ്ങനെ വിശ്വസിക്കല്ല. അല്ലാഹനെ പോലെ കാണുന്നവൻ വേറെ ആരുമില്ല. അല്ല പറഞ്ഞത് ലൈസ കമിസ്ലിഹി ശൈഅ, അവനെ പോലെ ഒന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവർ തുല്യരായിട്ട് ആരുമില്ല. അല്ല ഇതാ പറഞ്ഞത്. മുസ്ലിയാക്കന്മാര് പറയാണ് ശൈഖിന് അല്ലാഹനെ പോലെ കാണാൻ കഴിയുമെന്ന്, അല്ലാഹനെ പോലെ അറിയാനും കേൾക്കാനും കഴിയുമെന്ന്, അല്ലാഹനെ പോലെ സഹായിക്കാൻ സാധിക്കുമെന്ന്. നമ്മൾ ഖുർആൻ വിശ്വസിക്കണോ? മുസ്ലിയാക്കന്മാർ പറയുന്നത് വിശ്വസിക്കണോ? നാളെ പരലോകത്ത് പ്രിയമുള്ളവരെ, ശിർക്ക് ചെയ്തുകൊണ്ട് നരകത്തിലെത്തിയാൽ അതിന് അപകടം അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ശിർക്ക് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനങ്ങ് മരിച്ചു പോയാൽ, തൗബ ചെയ്യാതെയാണ് അവർ മരിച്ചു പോകുന്നതെങ്കിൽ ആ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും സ്വീകാര്യമല്ല. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നബിയേ, നിങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സാധുക്കളായി നമ്മളെങ്ങാനും ശിർക്ക് ചെയ്താലോ സഹോദരങ്ങളെ, മുഴുവൻ പ്രവർത്തനങ്ങളും ബാത്തിലല്ലേ, ഒറ്റപൂജ്യമായി പരലോകത്തെത്തുകയില്ലേ? ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ആ ശിർക്ക് ചെയ്യരുത് എന്ന് ഈ സമൂഹത്തോട് സ്നേഹത്തോടെ ഈ മുജാഹിദുകൾ പറയുന്നത് തെറ്റാണോ? ഇനി നിങ്ങൾ ആലോചിക്ക്. അല്ലാഹുവിനെ പോലെ സഹായിക്കും എന്നെഴുതി, മുഹീദ്ദീൻ ശൈഖ് അല്ലാഹനെ പോലെ കാണും കേൾക്കും അറിയുമെന്നെഴുതി. അതിന്റെ പുറമെ ദൈവികമായ കഴിവുകൾ അമ്പിയാക്കന്മാർക്കുണ്ടെന്ന് വരെ എഴുതി. അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ മുഹീദ്ദീൻ ശൈഖിനോട് ജനങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? എന്താ യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് എന്നും പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യുന്നു. കേവല യാചനയാണോ? കേവല അപേക്ഷയാണോ? കേവല ഹർജി കൊടുക്കലാണോ? അതിന് നമ്മൾ ആമീൻ പറയാറുണ്ടോ? ഉണ്ടോ? പോലീസ് സ്റ്റേഷനിൽ ഇതുപോലുള്ള പരിപാടിക്ക് മൈക്ക് പെർമിഷൻ അപേക്ഷ കൊടുത്തിട്ട് ആമീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോരല് ആണോ? അല്ലെങ്കിൽ ഹോട്ടലിൽ ഇരുന്നിട്ട് ചായക്ക് ഓർഡർ ചെയ്തു, ആ ആളെ വിളിച്ചു ഒരു ചായ വെട്ടം ഓർഡർ ചെയ്തിട്ട് ആമീൻ എന്ന് പറയലുണ്ടോ? അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനക്കല്ലേ ആമീൻ പറയാറുള്ളത്? കണ്ടോളൂ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിയാർ യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് എന്നും പറഞ്ഞ് ദുആ ചെയ്യുന്നു. ഖൗമദിന് ആമീൻ പറയുന്നു. ആമീൻ എന്ന് പറയേണ്ട ആ കാര്യം നടത്തേണ്ടത് റഹ്മാനായ റബ്ബിനോടാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റില്ല എന്ന് ഈ കല്ലച്ചാലിലെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയാവുന്നതല്ലേ?
എവിടെ എത്തി മുസ്ലിയാക്കന്മാർ ശ്രദ്ധിക്കുക. അവിടുത്തേക്ക് ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വയാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ. അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്, ആരെ വെറുതെയാക്കല്ല നബിയേ. അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ. അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള എന്താണ് ഈ പറഞ്ഞത്? ആമീൻ ആമീൻ എന്ന് ഖൗം പറഞ്ഞങ്ങൾ കേട്ടില്ലേ? ഈ ആമീൻ എന്ന് പറയേണ്ട ആ കാര്യം നടത്തേണ്ടത് ആരോടാ? അല്ലാഹുവിനോടല്ലേ? അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ആമീൻ പറയേണ്ടത്? റബ്ബന റബ്ബി എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ആമീൻ പറയേണ്ടത്? ഈ പറഞ്ഞതോ പ്രിയമുള്ളവരെ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേനല്ലേ? അങ്ങനെയല്ലേ മുസ്ലിയാർ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞത്? അതിനല്ലേ ഖൗം ആമീൻ പറഞ്ഞത്? ഇവിടേക്ക് നമ്മുടെ സമൂഹത്തെ മുസ്ലിയാക്കന്മാർ എത്തിച്ചില്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് അരുത് പ്രിയമുള്ളവരെ, അരുത്. ഈ തരത്തിലുള്ള പ്രാർത്ഥനകള് അല്ലാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെറ്റുകാരോ പ്രിയമുള്ളവരെ? ചിന്തിക്ക് നിങ്ങൾ, എന്താണ് ഞങ്ങൾ ഈ പറയുന്നതെന്ന്. ഒരു പക്ഷേ ഈ നിലക്ക് മനസ്സിലാക്കാൻ അവസരം കഴിഞ്ഞ 2 തവണ ലഭിക്കാത്ത ആളുകളുണ്ടാകുമല്ലോ, വിമർശന ബുദ്ധിയോടെ കേൾക്കാൻ വന്ന ആളുകളുണ്ടാകുമല്ലോ. ഞങ്ങൾക്ക് പരാതിയില്ല, പരിഭവമില്ല. നിങ്ങൾ കേൾക്കുക പ്രിയമുള്ളവരെ, ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാകുമോ ഞങ്ങൾ ഈ പറയുന്നത്? ചിന്തിക്ക് നിങ്ങൾ. മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രദേശത്ത് ഒരു പക്ഷെ ആളുകൾ ഞങ്ങൾ കുറവായിരിക്കാം, എങ്കിലും ഉള്ള ആളുകൾ ഈ അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ അല്ലേ? ഈ നാട്ടിലുള്ള ആളുകളുമായി പല സംസാരങ്ങൾ നടത്തുന്നു, പല ലോഹ്യങ്ങൾ പുതുക്കുന്നു, ആ നിലക്ക് പല സമ്പർക്കങ്ങൾ നടത്തുന്നു, ഇടപെടലുകൾ നടത്തുന്നു, ഒക്കെ നടത്തുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് എങ്ങാനും ഇന്ന് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നാളെ പരലോകത്തുള്ളവർ എത്തുമ്പോ അല്ലാഹുവിന്റെ അപ്പീലില്ലാത്ത കോടതിയിൽ വെച്ച് ഈ നാട്ടിലെ പ്രവർത്തകരൊക്കെ നിങ്ങൾ വിരൽ ചൂണ്ടിയാൽ, അല്ല സഹോദര, അല്ല സുഹൃത്തെ, ഈ ഒരു മഹത്തായ സന്ദേശം നിനക്കെന്ന് ബോധ്യമായിട്ട് എന്തേ നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല? ഒരുപക്ഷെ ഞങ്ങൾ നിന്നെ ആക്ഷേപിച്ചാലും അധിക്ഷേപിച്ചാലും തെളിക്കാനും അപ്പോൾ കുറ്റം പറഞ്ഞാലും നിനക്കൊന്ന് പറഞ്ഞു തന്നൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ, അതെ, നിങ്ങൾ റബ്ബിലേക്ക് ഉദറ് ബോധിപ്പിക്കാൻ, നാഥാ ഇത് ശിർക്കാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാഥാ എന്ന് ഉദറ് പറയാൻ പ്രിയമുള്ളവരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഇതാ ഞങ്ങൾ നിർവഹിക്കുകയാണ്. ഈ കൂടിയ ജനങ്ങൾ മുഴുവൻ ഇതിന് സാക്ഷിയാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണും കാതും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹ് തന്നെ കണ്ണുകൊണ്ടാണ് നിങ്ങൾ കണ്ടത്, റബ്ബ് തന്നെ കാതുകൊണ്ടാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ആ നിലക്ക് ഉൾക്കൊള്ളുക. ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്ത് പ്രസ്ഥാനം വലുതാക്കി തരാൻ അല്ല ഞങ്ങൾ പറയുന്നത്. റഹ്മാനായ റബ്ബിന്റെ ഈ സന്ദേശം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വരാനുള്ളത് അപകടമാണ്, നരകമാണ് പ്രിയമുള്ളവരെ. അതിനകപ്പെട്ടു പോയാൽ ഒരു മുസ്ലിയാർക്കും ഒരു സഖാഫിക്കും ഒരു ശൈഖുനക്കും ഒരു മൗലാനക്കും രക്ഷപ്പെടുത്താൻ സാധ്യമല്ലെന്ന് ഈ നിമിഷമെങ്കിലും നിങ്ങൾ ആലോചിക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ ആദർശങ്ങൾ വളരെ ലളിതമാണ്, വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷേ മുസ്ലിയാക്കന്മാർ പലതരത്തിലുള്ള ന്യായീകരണങ്ങളുമായി രംഗത്ത് വന്നേക്കും. ഒരു ന്യായീകരണം അതിന് ന്യായീകരണമല്ല. കഴിഞ്ഞ 1-2 തവണ ഇവിടെ പറഞ്ഞ വിഷയമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലുവച്ചിയപ്പോ യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ലേ, യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ തവണ മറുപടിക്ക് വന്ന ഒരു മുതഅല്ലിം എന്ന് പറഞ്ഞല്ലോ, ആ കുട്ടി പറഞ്ഞത് അന്ന് തന്നെ മറുപടി ഞാൻ പറഞ്ഞതാ. പക്ഷേ എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിക്കാനോ അറിയാനോ അലവി സഖാഫി തയ്യാറാവാത്തത് കൊണ്ടായിരിക്കാം അത് തന്നെ വീണ്ടും ഒന്ന് ആവർത്തിച്ചു. അതുകൊണ്ട് ആവർത്തിക്കുന്നു. ഒന്ന്, അതിന്റെ സനദിൽ പ്രശ്നങ്ങളുണ്ട്, സ്വഹീഹ് കുറ്റമറ്റ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ടതല്ല.
ആണെങ്കിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് പ്രാർത്ഥനാ സഹായത്തേട്ടം അതിലില്ല. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുക മാത്രമാണ്. അത് പഴയ കാലത്ത് പ്രത്യേകിച്ച് ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഇഷ്ടപ്പെട്ടത് ഓർത്തുകൊണ്ട് മാനസികമായ ആ ഒരു ചികിത്സയുടെ രീതി ഉണ്ടായിരുന്നു. അത് മാത്രമാണ് അത് സ്വഹീഹാണെങ്കിൽ തന്നെ. പിന്നെ പറഞ്ഞ വേറൊന്നെന്താണ്? അബൂ ഹനീഫ പാട്ടുപാടിയില്ലേ, അതിന്റെ സനദടക്കം എവിടെ പാടിയെന്നും ഏത് നിലയ്ക്ക് പാടിയെന്നും സനദടക്കം ഉദ്ധരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം സ്റ്റേജുകളോട് ചോദിച്ചിട്ട് ഒരു മുസ്ലിം ധൈര്യസമേതം ഇതാ എന്നും പറഞ്ഞ് സനദടക്കം ഉദ്ധരിക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെയോ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഒരു കവിതയാണ് പാടിയത്. എന്താണ്? യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറ ബഅസൻ സമാ കുല്ലൽ വജൂദി വജൂദാ. യാ സയ്യിദർ റസൂലി എന്ന് പാടിയില്ലേ? ചോദിക്കട്ടെ, ഇബ്നു ഹജർ അസ്ഖലാനിക്ക്, ഹാഫിദുദ് ദുനിയാ ഇബ്നു ഹജർ അസ്ഖലാനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഷെയ്ഖ് ജീലാനി എന്നും പറഞ്ഞിട്ട് ജീലാനിയുടെ പേര് എഴുതിയ സപ്ലിമെന്റ് ഇല്ലേ, ഇതിൽ പറഞ്ഞ പോലെ അല്ലാഹുവിനെ പോലെ കാണാനും കേൾക്കാനും അറിയാനും സഹായിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമായിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചതായി ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് തെളിയിക്കാൻ അലവി സഖാഫി എന്നല്ല ഭൂലോകത്തുള്ള ഏതെങ്കിലും സഖാഫികൾക്ക് തയ്യാറാണ്? സാധ്യമാണോ? ആണെങ്കിൽ തെളിയിക്കുക അടുത്ത തവണ. വെറുതെ പറയാ. അദ്ദേഹത്തെ അങ്ങനെ വിശ്വാസമില്ല. അദ്ദേഹം പറഞ്ഞെന്താ? ലാ യുസ്തആദു ബിമഖ്ലൂഖ്, ഒരു മഖ്ലൂഖിനെ കൊണ്ട് അഭയം തേടപ്പെടാൻ പാടില്ല എന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ലൂഖ് അല്ലേ? ആ റസൂലുള്ളാഹിയോട് തേടാൻ പറ്റുമോ? ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിലാ പറഞ്ഞത്. പിന്നെ ആ പറഞ്ഞതോ അത് കവിതയിൽ ഒരു രീതിയാണ്. അതേ നിങ്ങൾ ഉദ്ധരിക്കുന്ന ദീവാനിലില്ലേ, അതേ ഇബ്നു ഹജർ യാ ഖൽബു എന്ന് വിളിച്ചിട്ടില്ലേ? യാ ഖൽബു ബിസ്സഫറാത്തി ലാ തബ്ഖൽ വയാ ഐനയ്യ ബിൽ അബ്റാത്തി ഹുസ്നൻ ജൂദാ. യാ ഖൽബു, അല്ലയോ ഖൽബേ എന്നും പറഞ്ഞിട്ട് അതുപോലെ പുറത്തോ യാ ഐനയ്യ, എന്റെ കണ്ണുകളെ. ഈ കണ്ണിനോട് ഇസ്തിഗാഥ ചെയ്യാമെന്ന വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ? ഖൽബിനോട് ഇസ്തിഗാഥ ചെയ്യാമെന്ന വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണം. അദ്ദേഹത്തിന്റെ കിതാബുണ്ട്. നാളെ ഒരാൾ വന്നിട്ട് പറയാ, എന്ത്? കണ്ണിനോട് ഇസ്തിഗാഥ ചെയ്യാ, കാതിനോട് ഇസ്തിഗാഥ ചെയ്യാ, ഖൽബിനോട് ഇസ്തിഗാഥ ചെയ്യാ. എന്താ തെളിവ്? ഇബ്നു ഹജറിന്റെ പാട്ടില്ലേ? എന്താ? യാ ഖൽബു ബിസ്സഫറാത്തി ലാ തബ്ഖൽ വയാ ഐനയ്യ ബിൽ അബ്റാത്തി ഹുസ്നൻ ജൂദാ. അപ്പൊ നമ്മൾ ചോദിക്കണം, സുന്നിയും ചോദിക്കണം, മുജാഹിദും ചോദിക്കണം, അല്ല കണ്ണിന് അല്ലാഹനെ പോലെ കാണാനും കേൾക്കാനും അറിയാനും സഹായിക്കാനും ഉള്ള കഴിവുണ്ടെന്ന് ഇബ്നു ഹജറിന് വിശ്വാസം ഉണ്ടായിരുന്നോ? അത് തെളിയിക്ക്. ഇതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹനെ പോലെ കാണാനും കേൾക്കാനും അറിയാനുമുള്ള കഴിവുണ്ടെന്ന് ഇബ്നു ഹജർ വിശ്വസിച്ചതായി അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് ആധികാരികമായി തെളിയിക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? അതാ ചെയ്യേണ്ടത്. ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പറയും. ഇനിയോ ആ നിലക്കുള്ള തെളിവുകൾ അവിടെ ഉദ്ധരിച്ചത്. പിന്നെ ഇതൊക്കെ പറഞ്ഞ മുജാഹിദീക്കെതിരെ വലിയ ബഹിഷ്കരണം അങ്ങനെ പലതാണ്. ഇവിടെ അല്ല, പലയിടത്തും അല്ലേ? ചിലയിടത്തൊക്കെ മുജാഹിദികൾ കണ്ടാൽ മിണ്ടാൻ പറ്റൂല, പോലെ നോക്കാൻ പറ്റൂല, അങ്ങോട്ട് ചിരിക്കാൻ പറ്റൂല, പോട്ടെ ഇങ്ങോട്ട് ചിരിച്ചാൽ പോലെ അങ്ങോട്ട് ചിരിക്കാൻ പറ്റൂല, സലാം പറയാൻ പറ്റൂല, പറഞ്ഞാൽ മടക്കാൻ പറ്റൂല, മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല അല്ലേ? എന്നാ സഹോദരങ്ങളെ, അങ്ങനെ തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ മുജാഹിദുകൾക്ക് മയ്യത്ത് നിസ്കരിക്കൽ തെറ്റാണെന്ന് വിചാരിച്ചിരിക്കുന്ന തെറ്റിദ്ധരിച്ച ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഇതാ കേൾക്കാൻ പോവുകയാ നിങ്ങള്. മുജാഹിദിന് മയ്യത്ത് നിസ്കരിക്കുന്നതിന് ഫുഖഹാക്കൾ എതിരല്ല, ഫിഖഹിന്റെ ഒരൊറ്റ കിതാബും എതിരല്ല എന്ന് ഹസൻ സഖാഫി പൂക്കോട്ടൂരും അതുപോലെ അബ്ദുസ്സമദ് പൂക്കോട്ടൂരും ഇത്തിഫാഖോടെ പറയുന്നു. ഒന്ന് കേൾക്കൂ നിങ്ങള്. നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ പ്രസ്ഥാനക്കാർ എതിർക്കാൻ തന്നെയാണ് നമ്മുടെ സമസ്ത രൂപീകരിച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് മാത്രമേ പുഷ്പപ്പെട്ടിട്ടില്ല. അതുപോലെ അപ്പോൾ വിദായി പ്രസ്ഥാനക്കാരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അതുപോലെ അവരോട് സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അവരെ കുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഉണ്ട്. ഇതിലെല്ലാം ബഹുമാനയുടെ കണ്ണിയത്ത് ഉസ്താദ് എല്ലാം ഫത്വയും നൽകിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം നേതാവ് ബഹുമാന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ധിക്കരിച്ചുകൊണ്ട് മറുവശത്തേക്ക് പോയി ഇപ്പൊ മറുവശത്തിൽ ഉള്ള
ജലീൽ സഖാഫി എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ മുജാഹിദുകളുടെ മയ്യത്ത് നിസ്കരിക്കുന്നതിൽ തെറ്റില്ല, ഇസ്ലാമികൾ തെറ്റില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ അവതാരിക എഴുതിയ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. അതുപോലെ അതിന് അനുമോദനം എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ സ്റ്റേജിൽ തന്നെയുള്ള ബഹുമാന അബ്ദുൽ സമീദ് സാഹിബ് അവർകളാണ്. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊരു മസ്അലാപരമായ വിഷയമാണ്. അതിൽ ഫുഖഹ എന്തു പറഞ്ഞു എന്നാണ് അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. AP വിഭാഗത്തിനെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. AP വിഭാഗത്തിൽ ഫിഖ്ഹിന്റെ കിതാബ് അർത്ഥം വെക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ ബിദ്അത്തുകാർക്ക് മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്നോ പാടില്ല എന്നോ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഷാഫി മദ്ഹബിലെ ഒരു ഉദ്ധരണി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ ആ വിഷയം അവസാനിക്കും. അതേ സമയത്ത് സജ്റിന് വേണ്ടി സലാം പിന്നെ നിസ്കരിക്കാൻ പാടില്ല, അവരോട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മുസ്ലിമിന്റെ പേരിലും മയ്യത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഹുക്കുമ് അവിടെ മുബത്തദി എന്നോ സുന്നി എന്നോ വ്യത്യാസമല്ല. ഇപ്പൊ ഈ മഹല്ലത്തിൽ ഒരാൾ മരിച്ചു, മുബത്തദിയാകുന്ന ആളാ മരിച്ചത്, എന്നാൽ ഈ നാട്ടുകാരാകുന്ന ഒരാളും മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ AP EK വ്യത്യാസമില്ലാതെ എല്ലാവരും കുറ്റക്കാരാകും എന്നുള്ളതാണ് ഫുഖഹായിന്റെ ഭാഷ. അങ്ങനെയാണ്. അതിൽ സമസ്തക്ക് പുതിയ തീരുമാനമൊന്നുമില്ല. പക്ഷെ സജ്റിന് വേണ്ടി അവരോട് പിണങ്ങി നിൽക്കാനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സജ്റിന് വേണ്ടി അല്ലാത്ത സമയത്ത് പിണങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ ആത്യന്തികമായിട്ട് പറയാനുള്ളത് ബിദ്അത്തുകാർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള വാദം ഫുഖഹായിന് പോലും ഇല്ല എന്നുള്ളതാണ് ശരി. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കരുത്. നിങ്ങളെ സംശയം ഇപ്പോ അതിന്റെ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് 2 തെളിവ് വേണമെങ്കിൽ മറുഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ അറിയപ്പെട്ട മുജാഹിദിന് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിൽ മുന്നിലെ സൊഫിൽ തന്നെ നിന്നും 4ാമത്തെ സൊഫിൽ നിന്നും നിസ്കരിച്ച ആളുകളുടെ തെളിവ് നിങ്ങൾക്ക് തന്നാൽ ബോധ്യാവോ? 1. രണ്ടാമത്തത്, ഇത് സംബന്ധമായി ഇപ്പൊ സക്കാഫിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് കണ്ണിയത്തുസ്താന്റെ അടുത്ത് ടേപ്പ് റിക്കാർഡ് അരയിൽ വെച്ചിട്ടൊരു കൗമ പോയി. ടേപ്പ് റിക്കാർഡൊക്കെ ഓണാക്കിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ വിഷയാക്കാം, പറ്റുന്ന് പറഞ്ഞാലും വിഷയാക്കാം. കണ്ണിയത്തുസ്താദിന്റെ സൈലൻസ് ഉറക്കെ ചോദിച്ചു ഇവരോട്, നിങ്ങൾ പറഞ്ഞ മുജാഹിദ് മുസ്ലിമോ കാഫറോ എന്ന് ചോദിച്ചു. ടേപ്പ് റിക്കാർഡ് ഓഫാക്കി പോന്ന കൂട്ടത്തിലാ മൂപ്പര്. ഇനി വേണ്ടല്ലോ, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഈ സജറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അപ്പോ ഈ നേരത്തെ ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ പാടില്ല എന്ന്. അപ്പൊ അവർക്ക് ഇത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നോ? ഫത്വ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു ഹുക്കുമ് പറയല്ല, ഒരു സാഹചര്യത്തിൽ അവിടുത്തെ കാര്യങ്ങൾ പറയലല്ലേ ഫത്വ. ഫുഖഹാന്റെ കിതാബ് എടുത്തിട്ട് ഇന്ന് AP കൂട്ടത്തിൽ കിതാബ് എത്തുന്ന ആൾക്കാരെ വന്നോട്ടെ, അതിൽ ഏത് കിതാബ് ഫത്ഹുൽ മുഈനായിക്കോട്ടെ, തുഫയാവട്ടെ, മഹല്ലയാവട്ടെ, അതെടുത്തു നോക്കുക. ഫത്വ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ സാഹചര്യത്തിൽ ഒരു പക്ഷെ 2 കുടുംബം നമ്മളെ നിക്കാഹ് നടക്കാൻ പോകുക, സമസ്ത ചിലപ്പോൾ ഇടപെട്ടിരുന്ന് വേണ്ടെന്ന് പറയേണ്ടി വരും. അത് നിക്കാഹ് ഹറാമായത് കൊണ്ടാവില്ല. ആ നാട്ടിലെ സാഹചര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വിധി എന്നല്ലാതെ അത് മസ്അല പറഞ്ഞതല്ല. ഹുക്കുമ് പറയുമ്പോൾ അത് സൂക്ഷ്മമായി ഫുഖഹാ പറഞ്ഞതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഫത്വ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രത്യേക സാഹചര്യം അനുസരിച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ സമസ്ത എന്ന് പറഞ്ഞ ആധികാരിക സംഘടന കേരളത്തിലെ ഈ സമസ്ത എന്താണ് പറയുന്നത്, ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നായിരിക്കും കേരള ജനങ്ങൾ നോക്കുക. അപ്പൊ മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അപ്പൊ ആ നിലക്കായിരിക്കും മറുപടി ഉണ്ടാവുക. അപ്പോൾ അതിനെ കുറിച്ച് എന്ത് പറയും? ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം, പെട്ടെന്ന് പറയട്ടെ. ഈ ഒരു ഫത്വ കഴിഞ്ഞിട്ടാണല്ലോ കാന്തപുരത്ത് ചേപ്പാക്കുറി കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന സാക്ഷാൽ വഹാബി നിസ്കരിച്ചപ്പോ AP അബൂബക്കർ മൗലവിപ്പെട്ട് മയ്യിത്ത് നിസ്കരിച്ചത്. സാക്ഷാൽ വഹാബിക്ക് പൂനൂർ ഉണ്ണിക്കുളം പഞ്ചായത്തിലെ പൂനൂരിന് സമീപത്തുള്ള ചേപ്പാലത്ത് പോയാൽ ഇന്നും അവിടുത്തെ സുന്നി AP-കാരും പറയും, മുജാഹിദ് പറയും AP നിസ്കരിച്ചു എന്നുള്ളത്. അത് നിഷേധിക്കൂല. അപ്പൊ അദ്ദേഹത്തിന് അതൊക്കെ ആവാം എന്ന് പറയുമ്പോ മസ്അലപരമായിട്ട് തെറ്റല്ല അദ്ദേഹത്തിന് അറിയാം. പിന്നെ എവിടെയെങ്കിലും സമസ്ത പറഞ്ഞെങ്കിൽ അത് അവിടുത്തെ സാഹചര്യം. സമസ്തയുടെ അന്നും ഇന്നുമുള്ള വാദം ഫുഖഹാ പറഞ്ഞതുപോലെ മയ്യിത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ വാദം സമസ്ത പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്നോളൂ, സമസ്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെ സഖാഫി പറഞ്ഞ എഴുതിയത് യാതൊരു പ്രശ്നം ഇസ്ലാമിയുമായിട്ട് യാതൊരു തെറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൊട്ടേഷൻ കൊടുക്കണ്ടേ? ഇങ്ങനെയാണെങ്കിൽ അതെ, ഒരു മുജാഹിദ് മരിച്ചാൽ അദ്ദേഹത്തിന് നിസ്കരിക്കുന്നത് തെറ്റല്ല. അത് ഫുഖഹാന്റെ ഭാഷയാണ്. അത് സഖാഫിയുടെ ഭാഷയല്ല, ചെറുശ്ശേരി ഉസ്താദിന്റെ ഭാഷയല്ല, അത് ഫുഖഹാന്റെ ഭാഷയാണ്. ആ ഭാഷ തെറ്റാണെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾക്ക് പഴച്ചു എന്ന് പറയേണ്ടി വരും, ബഹുമാനപ്പെട്ട മഖ്ദൂബ് തങ്ങൾക്ക് പഴച്ചു വേണ്ടി വരും. ഇങ്ങനത്തെ സ്വാലിഹ്യങ്ങൾ പഴച്ചു എന്ന് പറയല ഏപ്പിന്റെ നിങ്ങളൊക്കെ താല്പര്യം. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ നാട്ടില്
ഒരാൾ മരിച്ചു. എല്ലാ ആളുകളും ആ നാട്ടില് ഇയാൾ മരിച്ച സ്ഥാനത്ത് അയാൾ മുജാഹിദാണ്, അയാൾ അറിയപ്പെടുന്ന വിദേഹത്തുകാരനാണ്. ഒരാളും അയാളെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ ആ മഹലിലെ മോമിനികളെ ഹുക്കുമെന്താ? അവർക്ക് ശിക്ഷ ഉണ്ടാവുമല്ലേ? അതിന്റെ ഹുക്കുമ് പറയും. അതായത് അങ്ങനെ ഒരു നാട്ടിൽ അങ്ങനെ മരിച്ചു. അതായതല്ല ഞാൻ ചോദ്യം സദസ്സ് ഇളകരുത്. നിങ്ങളുടെ മഹലിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ, മുബത്തദിയായ മനുഷ്യൻ മരിച്ചു. മുബത്തദി മുസ്ലിമാണല്ലോ, അവൻ മരിച്ചു. അവന്റെ മയ്യത്ത് നിസ്കരിക്കാതെ മറമാടാൻ ഒരു ഹുക്കുമുണ്ടെങ്കിൽ പറ. എന്ത് ഹുക്കുമുണ്ടാണ്? എവിടുന്ന് ഹുക്കുമുണ്ടാണ് അല്ലേ? ഇതിപ്പോ നമ്മള് മുബത്തദിയാന്ന് തൽക്കാലം സങ്കല്പിച്ചിട്ടാട്ടോ, അത് വേറെ വിഷയം. ഏതായിരുന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെ ഒരു മുജാഹിദിന് മയ്യത്ത് നിസ്കരിച്ചാൽ അത് തെറ്റല്ല. അപ്പൊ ഏതായാലും മയ്യത്ത് നിസ്കരിക്കാൻ മാത്രമുള്ള മെച്ചൊക്കെ നമ്മൾ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിലും മിനിമം ഒന്ന് മനസ്സിലാക്കി നിങ്ങള് പറ്റ അലർജിയും വിദ്വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത്രയെങ്കിലും നടക്കുക നമ്മള്. എന്താണ് ഇവര് പറയും? ഇതൊക്കെ പറയണത് എന്തിനാ? കൂട്ടരെ നമ്മളെ പരലോകം നമ്മൾ രക്ഷപ്പെടുത്തണ്ടോ എന്ന് പറഞ്ഞേര്. ശിർക്ക് ചെയ്താണ്ട് അമല് ബാത്തിലാക്കല്ല കൂട്ടരെ എന്ന് പറഞ്ഞേന്. എന്നിട്ട് ഇവിടെ മുസ്ലിയാർ നടത്തി തെറ്റിദ്ധരിപ്പിക്കൽ കേൾക്കണമെങ്കിൽ ഇവിടെ മന്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാരിസ് ഇബ്നു സലീമിനെ ക്ലിപ്പിട്ടു. എന്താ മുജാഹിദീങ്ങള് കണ്ടോ, ഇപ്പോ അങ്ങോട്ട് തങ്ങന്മാരത്തേക്ക് മന്ത്രിക്കാൻ പോവാന്ന് പറഞ്ഞു, അവിടേക്ക് മന്ത്രിക്കാൻ പോവാന്ന് പറഞ്ഞു, കണ്ടോ 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 എന്ന് പറഞ്ഞിട്ട് ഹാരിസ് ഇബ്നു സലീമിന്റെ ക്ലിപ്പ്. സഹോദരങ്ങളെ, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട നിലക്കുള്ള മന്ത്രത്തിന് മുജാഹിദ് പ്രസ്ഥാനം എതിരല്ല. അല്ല എന്നുള്ളത് ഇതാ നേരത്തെ പറഞ്ഞ 974 നടന്ന കുണ്ടുതോട് സംവാദത്തിന്റെ ആ ചർച്ചയാണിത്. ഇതിൽ പറഞ്ഞൊരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? 4ാമത്തെ വിഷയം കേട്ടോ, ഇന്നൊന്നരയല്ല കേട്ടോ. മന്ത്രം, ശിർക്കിന്റെ പദങ്ങൾ വരുന്ന മന്ത്രങ്ങൾ നടത്തുന്നത് ശിർക്കും ഹറാമുമാണെന്ന് മുജാഹിദുകൾ. ഏത് ശിർക്കിന്റെ പദങ്ങൾ വരുന്നത് അത് ഹറാമാണ്, ശിർക്കാണ്. ആയത്ത് ഹദീസ് മുതലായ അധികാരികളെ കൊണ്ട് മന്ത്രിക്കൽ ശിർക്കല്ലാത്തതും നല്ലതുമാകുന്നു എന്ന് സുന്നികൾ. ഇനി കേട്ടോ, ശിർക്കിന്റെ പദങ്ങൾ വരുന്ന മന്ത്രങ്ങൾ നടത്തുന്നത് ശിർക്കാണെന്ന കാര്യത്തിൽ സുന്നികൾക്കും ആയത്ത് ഹദീസ് മുതലായ അധികാരികളെ കൊണ്ട് മന്ത്രിക്കൽ ശിർക്കല്ലാത്തതാണെന്ന കാര്യത്തിൽ മുജാഹിദുകൾക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് വാദപ്രതിവാദ വിഷയമാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു 974. അപ്പൊ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട് നമ്മുടെ തരല്ല. ഇസ്ലാമിൽ ഇല്ലാത്ത കുറെ മന്ത്രല്ലേ ഉണ്ട്. ഒരു ഉദാഹരണമാണിത്. KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ പരിഭാഷപ്പെടുത്തിയതാ. മാന്ത്രിക ചികിത്സ എന്ന് പറയുന്ന പുസ്തകമാണിത്. ഈ ഇതിൽ പറയുന്ന ചില മന്ത്രങ്ങളുടെ സാമ്പിൾ ഞാൻ തരാം. എന്താണ് ഇതിനെക്കുറിച്ച് ഇനി അപ്പുറത്ത് അലവി സഖാഫിയോ വേറെ ഏതെങ്കിലും വല്ല സഖാഫികളോ വരുന്നെങ്കിൽ പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ആഗ്രഹമുണ്ട്, അവകാശം. എന്താണെന്നറിയോ? കേട്ടോളൂ. ഇതിൽ പറയുന്നു പോക്കിരിത്തരം നിർത്താൻ. പോക്കിരിത്തരം നിർത്താനേ അതിലുള്ള മന്ത്രം കേട്ടാളേ. പോക്കിരിയെ ഒതുക്കാൻ ഉദ്ദേശിച്ചാൽ ഈ കളം, ഒരു കളുണ്ട്. എന്താണ്? 5 കള്ളിങ്ങനെ വരച്ചു. ഒന്നില് ബിസ്മി, പിന്നെ ലാഹി, റഹ്മാനി, റഹീം, ഫുലാൻ. ഓരോ വാക്കും ഓരോന്നില്. എന്നിട്ടോ അടുത്തതിൽ ഇല്ലാഹി, റഹ്മാനി, റഹീം, ഫുലാൻ, ബിസ്മി. അടുത്തതിൽ റഹ്മാനി, റഹീം, ഫുലാൻ, ബിസ്മി, ലാഹി. അടുത്ത റഹീം, ഫുലാൻ, ബിസ്മി, ലാഹി, റഹ്മാനി. ഫുലാൻ അടുത്തത് ഫുലാൻ, ബിസ്മി, ലാഹി, റഹ്മാനി, റഹീം. ബിസ്മി ഉണ്ട് അൽത്തുട്ടാക്കുക എന്ന് പറയും. അങ്ങനെ എഴുതി. എന്നിട്ടോ അത് രസമല്ല. ഇത് പറയാണ് ഇങ്ങനെ ഈ കളം തയ്യാറാക്കിയിട്ട് ഈ കളം ഈയത്തകിടിൽ വരച്ച് ഒത്ത നടുവിൽ പോക്കിരിയുടെ പേരെഴുതി അതിന്മേൽ കായം കൊണ്ടും ചുമന്നുള്ളി കൊണ്ടും പുകച്ച് എപ്പോഴും കത്തുന്ന തീയുടെ സമീപത്ത് അത് കുടിച്ചിടണം. അതിന്റെ രീതിയാ പറഞ്ഞത്. എന്നിട്ടോ തീ തകിടിന്മേൽ തട്ടാതിരിക്കാൻ സൂക്ഷിക്കണം. തട്ടിയാൽ ഉടനെ പോക്കിരി കാഞ്ഞുപോകും. ആ തീ അവിടെ തട്ടിയാൽ മൂപ്പർ അടിച്ചുപോയി. എന്നിട്ട് അള്ളാഹു മുമ്പിൽ നീ കൈകെട്ടുന്ന ഉത്തരം പറയേണ്ടി വരും. ഈയത്തകിട് കുടിച്ചിട്ട ശേഷം ഈ ദുആ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക്കൽ അലീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദുആ ചോദിക്കട്ടെ. ഈ ഒരു മന്ത്രം മാന്ത്രിക ചികിത്സ എന്നും പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കളമാക്കി എന്നും പറഞ്ഞ് കുളമാക്കി എഴുതി ആ നിലക്കൊരു ദിക്ർ പഠിപ്പിച്ചില്ലേ നിങ്ങള്? ഇത് ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ? സ്വഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കാമോ? അലവി സഖാഫിക്ക് തെളിയിക്കാമോ? അപ്പുറത്തുള്ള ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് തെളിയിക്കാമോ? കഴിയെങ്കിൽ തെളിയിക്കട്ടെ അടുത്ത തവണ.
നിങ്ങൾ ഇഞ്ഞും വെക്കണം പരിപാടി. മുജാഹിദ് പ്രസ്ഥാനം ഒന്നും കൂടെ വളരട്ടെ, ഇവിടെ വളരട്ടെ, ആളുകളൊന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, കല്ലച്ചാലിൽ 4 ചാല് പൂട്ടട്ടെ. വരൂ, ഇനിയും നിങ്ങൾ കേൾക്കൂ. നിങ്ങള് അക്രമിയെ തകർക്കാൻ ഇതേപോലെ വേറൊന്ന് അല്ലാമ സറൂഹ് റാ തന്റെ അസ്മാഉൽ ഹുസ്ന ശർഹിൽ പറയുന്നു, അക്രമിയെയും വികാരിയും ഒക്കെ തകർക്കാൻ ഉദ്ദേശിച്ചാൽ താഴെ കാണുന്ന കളത്തിൽ കാണുന്ന പോലെ ബിസ്മിയെ കളമാക്കി എഴുതുക, കുളമാക്കി എഴുതുക എന്നാണ് പറയണ്ടേ. ഏതായാലും കളമാക്കി എഴുതാന്ന് പറഞ്ഞ് ഈ കളം കൊടുത്തിട്ടുണ്ട്. ഇത് തെളിയിക്കാമോ നിങ്ങൾക്ക്? ആയത്ത് കൊണ്ട് തെളിയിക്കാമോ നിങ്ങൾക്ക്? ഹദീസ് കൊണ്ട് തെളിയിക്കാമോ നിങ്ങൾക്ക്? ഈ ജാതി കള്ളമന്ത്രങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, ഇസ്ലാമിൽ ഉള്ളതിനെയല്ല. എന്നിട്ട് ഹാരിസ് ബിൻ സലീമിന്റെ ക്ലിപ്പ് എന്താ കണ്ടോ? ഹാരിസ് ബിൻ സലീം പറഞ്ഞിട്ടുണ്ട്, ചില രോഗികളുമായി വലിയ വലിയ ഡോക്ടർമാരെങ്കിൽ ചെന്നാൽ ഡോക്ടർമാരെന്തു പറയും? ഇത് ഞങ്ങളെ കൊണ്ട് കഴിയൂല, നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ആൾക്കാര്, അങ്ങോട്ട് കൊണ്ടുപോയിക്കോളി എന്ന് പറയും. ഇതാണ് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തു പോയി. ഇപ്പൊ എന്തായി? ഈ കല്ലച്ചാലിലെ അയാളുടെ സംസാരവും ഈ ക്ലിപ്പും കണ്ട നാട്ടുകാർ ഇപ്പൊ എന്താ വിചാരിച്ചത്? സംഭവം ശരിയാട്ടോ, ഇപ്പൊ ഈ ജാതി ആൾക്കാർക്ക് പോവാനാണ് ഹാരിസ് ബിൻ സലീം പറഞ്ഞത്. ബാക്കി കേട്ടാലോ പൊളിയും ചെയ്യും. ഇവര് എന്നെ ചോദിക്കണം എന്നറിയോ? പക്ഷെ അത് നമുക്ക് പറ്റുമോ? അത് നമുക്ക് പറ്റുമോ? എന്താ പറ്റൂല, അതുകൊണ്ട് ഒഴിവാക്കി. ഇങ്ങനെ ഒഴിവാക്കിയ അലവി സഖാഫി എന്തിനാ ഈ നാട്ടുകാരെ പറ്റിച്ചേ? നിങ്ങളെവിടെ വിശ്വസിച്ച് കൊണ്ടുവന്ന സംഘാടകരെ പറ്റിച്ചില്ല നിങ്ങള്. സഹോദരങ്ങളെ, ഈ പിശാചിൽ നിന്നുള്ള രക്ഷ, സർവ്വ ഭയങ്ങളിൽ നിന്നുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദരി സഹോദരന്മാരെ, അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അറിയാത്തത് കൊണ്ട് ഡോക്ടർമാർ പറയും, ഡോക്ടർമാരെത്തി ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല, ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിൻ്റെ ആൾക്കാർ ഓരോരുത്ത് പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും, ഡോക്ടർമാർ പറയും. വലിയ വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാർ, മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാർ വരെ പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറില്ല, നിങ്ങളെ വല്ല ആൾക്കാരുടെ ഓരോരുത്ത് പോയിക്കോളി. നമുക്ക് പോകാൻ പറ്റുമോ? നമുക്ക് പോകാൻ പറ്റുമോ? എന്താ നമ്മൾ കാട്ടുക? ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറില്ല, നിങ്ങളെ വല്ല ആൾക്കാരുടെ ഓരോരുത്ത് പോയിക്കോളി. നമുക്ക് പോകാൻ പറ്റുമോ? നമുക്ക് പോകാൻ പറ്റുമോ? എന്താ നമ്മൾ കാട്ടുക? ഇതവിടാണ് കുറിച്ച്. ഇതാണ് അലവി സഖാഫി. ഇവിടത്തെ ഈ നാട്ടിലെ അപ്പുറത്തെ SSFന്റെ പ്രവർത്തകര്, SOS പ്രവർത്തകര് വിശ്വസിച്ച് കൊണ്ടുവന്നത് അലവി സഖാഫിയല്ലേ? കാര്യപ്പെട്ട ആളല്ലേ? അപ്പൊ കാര്യപ്പെട്ട ആൾക്കാർ കാര്യപ്പെട്ട തട്ടിപ്പെടുത്തണ്ട് എന്നുള്ള നിലക്കായിരിക്കും ഇയാൾ ഈ നിലക്ക് നടത്തിയത്. എന്താ മനുഷ്യന്മാര്, പടച്ചോനെ പേടില്ലേ നിങ്ങൾക്ക്? ഈ കൗമിനെ തെലുക്കാലം രക്ഷപ്പെട്ടാൽ പരലോകം വരാല്ലേ? രഹസ്യങ്ങളെല്ലാം വെളിവാക്കപ്പെടുന്ന ദിവസം വരാല്ലേ? എന്തിനീ ക്ലിപ്പ്? അതിന്റെ മറ്റേ ഭാഗം മുറിച്ചിട്ട് നിങ്ങൾ കേൾപ്പിച്ചു, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്താ അവർക്ക് ചെയ്തുകൂടാത്തത്? അല്ലെങ്കിലും 3ാം ക്ലാസ്സിലെ കുട്ടികളെ ബുക്ക് തുറവിയാക്കുന്നതിനാക്ക് പിന്നെ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരം വലിയ വിഷയം അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് കാര്യം. ഇനി ഒരു വിഷയം എന്താണ്? അമ്പിയാക്കന്മാർക്ക്, ഔലിയാക്കന്മാർക്ക് ഗൈബ് അറിയോ? മറഞ്ഞ കാര്യങ്ങൾ അറിയോ? അല്ല പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഗൈബ് അറിയില്ല. നമുക്കറിയില്ലേ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകൻ അരികിലേക്ക് അതാ 2 മലക്കുകൾ വരുന്നു. എന്തിനാ വരുന്നത്? മനുഷ്യന്മാർ രൂപത്തിൽ വന്നുകൊണ്ട് പറയുന്നത്, ഇതാ നിങ്ങൾ കുട്ടി ഉണ്ടാകാൻ പോകുന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. പക്ഷേ മനുഷ്യന്മാർ രൂപത്തിലാ വന്നത്. ഈ വന്നത് മലക്കുകളാണെന്ന് ഖലീലുള്ളാഹിക്ക് അറിയാൻ സാധിച്ചില്ല. അദ്ദേഹം അതാ മനുഷ്യർക്ക് വേണ്ട രൂപത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്നു. അങ്ങനെ നല്ലൊരു മൂരിക്കുട്ടി വേവിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു. പക്ഷേ അവർ കഴിക്കുന്നില്ല, അവരതിലേക്ക് കൈ നീട്ടുന്നില്ല. ഇമാമുന്നാസ്, മനുഷ്യവൃന്ദത്തിന്റെ ഇമാമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് പേടി തോന്നുന്നു. ആ സമയത്ത് മലക്കുകൾ പറയുന്നു, പേടിക്കണ്ട ഇബ്രാഹിം, ഞങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകളാണ്, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാൻ പോകുന്നുള്ള വാർത്ത അറിയിക്കാൻ വന്നവരാണ്. ഇത് കേൾക്കുമ്പോഴാണ് ഈ വന്നത് മലക്കുകളാണെന്ന വിവരം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയുന്നത്. അല്ലെങ്കിൽ ഈ വന്നത് മലക്കുകളാണെന്ന് അറിഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താൽ ഇൻസൾട്ട് ചെയ്യലല്ലേ? എന്നിട്ടോ
ഇവര് വന്നിട്ട് പറഞ്ഞെന്താ, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബിയോ, എനിക്കോ കുട്ടി ഉണ്ടാവേ ഈ വയസ്സുകാലത്തോ? എന്റെ ഭാര്യ വന്ധ്യയാണ്, കുട്ടി ഉണ്ടാവേ എന്നാ ചോദിച്ചത്. ഇത് ആരെങ്കിലും എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ പറയണോ? എനിക്കറിയില്ലേ, നിങ്ങൾ വന്നപ്പോ തന്നെ എന്ത് പറയാനാ വന്നത്? എനിക്കറിയില്ല, അങ്ങോട്ട് പറയണ്ടേ? അറിഞ്ഞില്ലല്ലോ പ്രിയമുള്ളവരെ. ഇനി ചോദിക്കട്ടെ, ആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർജയിൽ ഏതായാലും മുഹീദ്ദീൻ ശൈഖ് എത്തിയിട്ടില്ലല്ലോ, എത്തുകയും ഇല്ലല്ലോ. എന്നിട്ടല്ലേ ആ ശൈഖിന്റെ പേരിൽ നമ്മൾ പാട്ട് പാടുന്നത്, മുസ്ലിയാക്കന്മാര് പാടിക്കുന്നത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺപാ ഞാൻ നിങ്ങടെ കൽബകമെന്നോരേ. സംഗതി ഓവർ തന്നെയല്ലേ? അത് ഇസ്ലാമിന് വിരുദ്ധമല്ലേ പ്രിയമുള്ളവരെ? ഇനി കേൾക്കണം നിങ്ങള്. ഔലിയാക്കന്മാർക്ക് ഗൈബ് അറിയില്ല എന്നത് അമ്പിയാക്കന്മാർക്ക് വരെ വഹി ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കൂ. ഇനി ഔലിയാക്കന്മാർക്ക് ഗൈബ് അറിയില്ല എന്നത് നമ്മുടെ പേരോട് മുസ്ലിയാർ തന്നെ തെളിയിക്കാൻ പോവുകയാണ്. അതാണ് ഇനി കാണാൻ പോകുന്നത്. ഔലിയാക്കന്മാർക്ക് ഗൈബ് അറിയില്ലേ? ശ്രദ്ധിക്കണം. എന്താ അറിയോ? ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ ഏറ്റവും വലിയൊരു നേതാവ്, ഇവിടെ ഇപ്പൊ ഒന്ന് ജീവിച്ചിരിക്കുന്ന വലിയ നേതാവാണ് ഉള്ളാൾ തങ്ങൾ. നേരത്തെ നമ്മൾ കണ്ടാള് ഗഫറ എന്ന് പറഞ്ഞ ആൾ കിട്ടിയില്ലേ? അയാൾ ഈ കുറച്ചു മുമ്പുണ്ടായി സലഫി ഫെസ്റ്റ് എന്നും പറഞ്ഞിട്ട് മുജാഹിദുകൾക്കെതിരെ ഈ പ്രസ്ഥാനത്ത് പുറത്തുപോയ ആളുകൾ അവരുടെ സ്ഥാപനത്തിന്റെ ഒരു വാർഷികം നടത്തിയത്. അത് ഞങ്ങൾക്കെതിരെ പലരോട്ട് വരട്ടു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കൂട്ടരെ, അത് ഞങ്ങൾ എടുത്താലും ഓരോ എടുത്താലും അതിനോട് നമ്മൾ യോജിക്കുന്നില്ല, അത് ശരിയല്ല, തെറ്റാണ്, ഞങ്ങൾ വിമർശിക്കുന്നു, എതിർക്കുന്നു. എന്നിട്ടും പിന്നെ നിർത്തിയില്ല. അപ്പൊ തീരെ നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോ എന്തായി? ഒന്ന് പറഞ്ഞു ഞങ്ങളതല്ല, ഞങ്ങളതാണെങ്കിൽ തന്നെ ഞങ്ങൾ യോജിക്കുന്നില്ല, തെറ്റാണ് എന്നും പറഞ്ഞു. അപ്പോ എന്നിട്ട് നിർത്താനായിട്ട് നമ്മള് സംഗതി എന്താ, ഉള്ളാട് ദർഗയുടെ കീഴിലുള്ള ഒരു ഹസ്രത്ത് സയ്യിദ് മദനി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂള്, ആ സ്കൂളിന്റെ വാർഷികം നടക്കും. അതിന് അൽഫാത്തിയെ വിളിച്ച് ദുആ ചെയ്ത് കൊടുത്തത് ആരാ? ഉള്ളാൾ തങ്ങൾ. എന്നിട്ട് ശേഷം പെൺകുട്ടിയുടെ ഡാൻസും ചാട്ടും കളിയും പലജാതി ഏർപ്പാട്. ഇത് മുജാഹിദ് പ്രസ്ഥാനം പല സ്ഥലങ്ങളിലും കാണിച്ചു. അപ്പോ പേരോട് ആകെ ബേജാറായി. പേരോടാണല്ലോ വേഗം ബേജാറാവുമല്ലോ സാധു. മൂപ്പര് വേഗം ഉള്ളാൾ തങ്ങളുടെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ പേരിൽ ഒരു സംഗതി ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വല്ലതും അറിയോ, അങ്ങനെയാണോ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ഒരു സംഭവം ഒപ്പിച്ച് ഞാൻ വരാം. അതിനിടയ്ക്ക് ഇയാൾക്കത് അറിയില്ല. ഈ ഉള്ളാൾ തങ്ങൾ ഈ നാട്ടിൽ ക്ലിപ്പിട്ടൊന്നും അറിയില്ല. എന്തിനേറെ അയാൾ ദുആ ചെയ്ത് അൽഫാത്തിഹ വിളിച്ചൊക്കെ കഴിഞ്ഞ് പോയിട്ട് അതേ സ്റ്റേജിൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന പരിപാടി പോലും ഇയാൾക്ക് അറിയില്ല. ഞാനൊന്നും അറിയില്ല, കേൾക്കാം. അപ്പൊ അതിന് മുമ്പ് ഇയാൾ വലിയാണെന്ന് ഇവർ അംഗീകരിക്കണ്ടോ അല്ലേ? അത് വേണല്ലോ. ആദ്യം നിങ്ങൾ കാണുന്ന പേരോട് പറയുന്നത് എന്താണ്? ഔലിയാക്കന്മാർ പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നാണ് പരാതി. ഔലിയാക്കന്മാർ പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നാണ് പരാതി. എന്നിട്ട് ഇവർ പറയാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാര് വലിയ മഹാനാണ് ഉള്ളാൾ തങ്ങൾ, അദ്ദേഹം പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലേ എന്ന് പറഞ്ഞ് തെളിയിക്കുക. അപ്പോ ഔലിയാക്കന്മാര് പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാര് വലിയ മഹാനാണ് ഉള്ളാൾ തങ്ങൾ. ആ മഹാന്റെ മഹാനെന്താ? ഔലിയ. കേട്ടോളൂ നിങ്ങള്, ഉള്ളാൾ തങ്ങള് വലിയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഔലിയാക്കളൊന്നും ഈ പൊതുപ്രശ്നത്തിൽ ഇടപെടുന്നില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാന്മാരിൽ വലിയ മഹാനാണ്. ആർക്കാണ് അറിയാത്തത്? പൊതുപ്രശ്നത്തിൽ ഇടപെടുന്നില്ലേ? ഏത് പൊതുപ്രശ്നത്തിലും ഇടപെടുന്നുണ്ട്. പക്ഷേ മഹാന്മാരെ മുഴുവനും ഇകഴ്ത്തി ഇവര് വലിയ ആളാകാൻ വേണ്ടി ചമയാൻ. അപ്പോ ഉള്ളാളം തങ്ങൾ എന്ന് പറയാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാര് വലിയ മഹാൻ. ആ മഹാൻ എന്ന് പറഞ്ഞാല് ഔലിയാക്കന്മാര് പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലേ? ഇടപെടുന്നുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാർ വലിയ ഔലിയാണാര്? ഉള്ളാൾ തങ്ങള്. ഞാൻ അയാൾക്ക് വൈബ് അറിയില്ലേ? അറിയുന്നു വെക്കുകയാണെങ്കിൽ ഔലിയാക്കന്മാർക്ക് തൽക്കാലം വൈബ് അറിയുന്ന പോലെ സമ്മതിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ആ നിലക്ക് ഇത് തെളിവാണെങ്കിലും പറയാം. ഇസ്ലാം തെളിവല്ല, വേറെ വിഷയം. എന്നിട്ട് ഇയാള് പറയുന്നത് എന്താ? പേരോട് പറയുന്നത് ഈ വിഷയത്തിൽ ഇന്റർവ്യൂ നടത്തുകയാണ് ഉള്ളാൾ തങ്ങളോട്. അല്ല, ഇങ്ങനൊരു സംഗതി മുജാഹിദീങ്ങൾ ഇവിടെ ക്ലിപ്പിട്ട് കിടക്കുന്നുണ്ട്, നിങ്ങൾ വല്ലതും അറിയോ? നിങ്ങൾ അറിവോടെ ചെയ്താണോ? നിങ്ങൾ അറിവോടെ ചെയ്യൂല നമുക്കൊക്കെ അറിയാം, എന്നാലും ഒന്ന് ചോദിക്കാന്ന് വെച്ചിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല മട്ടത്തില് ഇവർ ചോദിക്കുന്നുണ്ട്. ഉള്ളാൾ തങ്ങൾ പറയാണ്, ഞാനൊന്നും അറിയില്ല. നിങ്ങളിപ്പോ കാണിച്ചെന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത്രയും കാലം മുജാഹിദീൻ ക്ലിപ്പിട്ടിട്ടൊന്നും ഇവർ അറിഞ്ഞില്ല.
ഇവിടെ ഉള്ളാളത്ത് ദർഗന്റെ കീഴിലുള്ള ഏതോ ഒരു സ്കൂളിൽ എന്തെല്ലോ കുറെ നാടകവും നിർത്തുമല്ലോ കളിച്ച ഒരു പരിപാടി. അതിൽ തങ്ങള് അതിൻ്റെ ഇടയ്ക്ക് ദ്വാരക്കുന്ന ഒരു ചിത്രവും. അപ്പൊ അത് തങ്ങളറിവോടുകൂടെ എന്തായിരുന്നാലും അങ്ങനെ ഒന്നും നടക്കൂല എന്ന് ഞങ്ങൾക്കെല്ലാം ഉറപ്പാണ്. അപ്പൊ അത് തങ്ങളെങ്ങനെ എന്താണ് ആ പരിപാടിയിൽ, തങ്ങളെന്തോ പരിപാടിയിൽ നേരത്തെ പോയി വരുന്നതോ എൻ്റെ അവരെ തങ്ങൾ അറിയാണ്ടെന്തോ നടത്തിയതോ തങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല എന്തെങ്കിലും അറിവ് കിട്ടിയിക്കോ ഇല്ലോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ ചോദിക്കാനിട്ട് അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടി. ഞാനതൊന്നും അറിയില്ല. ഒരു സംഗതിയില്ല. എന്നോട് പറയും സ്കൂളിന്റെ ഉദ്ഘാടനമുണ്ട്, തങ്ങളൊന്നും വന്ന് വേറെ പറയണം. അന്നേരം അവിടെ യാതൊരു വിഷയമില്ല. ഞാൻ വേറെ അപ്പം തന്നെ പോയി ഒരു വിഷയം ഞാൻ അറിയില്ല. പിന്നെ ഇതിപ്പോ കാണിച്ചപ്പോഴാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുമാണ് ഞാൻ അത് കാണുന്നതല്ല, ഈ വിഷയം കാണുന്നതല്ല. അല്ലാത്ത ഒരു തങ്ങൾ അറിയില്ല. പിടിച്ചാലും വലുത് മടയിലെന്ന് പറഞ്ഞേ. കാരണം സലഫി ഫെസ്റ്റിന് കഴിച്ചില്ലാവനാ ഇന്റർവ്യൂ നടത്തി. അതിലും വലിയ അപകടത്തൊക്കെ ചാടി. പേരോടല്ലേ അങ്ങനല്ലേ ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും ഊബർ എന്താ പറഞ്ഞത്? നിങ്ങളും ഞാനൊന്നും അറിയില്ല ഉള്ളല്ലേ, ഞാനൊന്നും അറിയില്ല. നേരത്തെ ഊബർ പറഞ്ഞതോ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാര് വലിയ മഹാൻ, വലിയ ഔലിയ. ആ വലിയ ഔലിയക്ക് വരെ അറിയില്ലെങ്കിൽ ബാക്കിലെ കഥ പറയണോ? ഒന്നിന്റെ ബൗദ്ധിയല്ലേ ആരാ പറയണോ? അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് കഥ. ഈ മുള്ളുകൊണ്ട് തന്നെ മുള്ളെടുത്ത ബോയ്സും കുറയല്ലോ. അതുകൊണ്ടാണ് ഇവരുടെ ക്ലിപ്പ് കൊണ്ട് തന്നെ ഔലിയാക്കന്മാർ പോയി പറയില്ല സമർത്ഥിച്ചത്. ഏതായാലും നോക്ക് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കന്മാരെ ഞങ്ങൾ നിഷേധിക്കുന്നവരല്ല, ഔലിയാക്കന്മാരെ തള്ളിപ്പറയുന്നവരല്ല, അവരുടെ കറാമത്തിനെ വിമർശിക്കുന്നവരല്ല. ആരാണ് ഔലിയാക്കളെന്നോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് അല്ലാഹു ഔലിയാക്കന്മാർ? അറിഞ്ഞോളൂ, അവർ യാതൊരു പേടിയുമില്ലാത്തവരാണ്, യാതൊരു ദുഃഖവുമില്ലാത്ത ആളുകളാണ് അവര്. അവർക്കൊന്നും ദുഃഖിക്കേണ്ടി വരില്ല, ഒന്നും വിഷമിക്കേണ്ടി വരില്ല. അവർ അല്ലാഹു യഥാർത്ഥമായി വിശ്വസിക്കുന്നവരാണ്, തഖ്വയോടെ ജീവിക്കുന്നവരാണ്. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. ആ ഔലിയാക്കന്മാരെ അല്ലാഹു ആദരിച്ചുകൊണ്ട് അവരിൽ നിന്ന് ചില അത്ഭുതകരമായ സംഭവങ്ങളും ഉണ്ടാവാം. നമ്മൾ ആരും എതിർക്കുന്നില്ല. മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കളില്ലേ, അവർ 300 വർഷത്തിലേറെ ഉറങ്ങിക്കിടന്നില്ലേ, 3 നൂറ്റാണ്ടിലേറെ ഗുഹയിൽ ഉറങ്ങിക്കിടന്നില്ലേ, കുറെ കറാമത്തുകൾ വെളിവായ മഹാന്മാരല്ലേ. പക്ഷെ അത് വെച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിർവാഹമില്ല. ആ നിലക്കുള്ള ഇസ്തിഗാസ പറ്റുമോ? നിർവാഹമില്ല. പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഒരിക്കലെങ്കിലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തേടൂലേ? അസ്ഹാബുൽ കഹ്ഫിനെ വിളിച്ചുകൊണ്ട് യാ അസ്ഹാബുൽ കഹ്ഫ് എന്ന് വിളിച്ച് തേടൂലേ? തേടിയിട്ടില്ലല്ലോ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഇതാ ചെയ്യുന്ന ഔലിയാക്കന്മാരെ തള്ളുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, കറാമത്ത് നിഷേധിക്കുന്നില്ല. പിന്നെയോ അതിന്റെ പേരിൽ അവരോട് പ്രാർത്ഥിക്കാൻ ദീനുൽ ഇസ്ലാമിൽ രേഖയില്ല, ഒരു രേഖയുമില്ല. ഇനി നിങ്ങൾ ആലോചിക്കാം, മുസ്ലിയാക്കന്മാര് പറഞ്ഞു എവിടെത്തി? വേറൊരു മുസ്ലിയാരെ എനിക്ക് കാണാൻ പോണേ. മൂപ്പര് കോഴിക്കോട് ബദവി ഷഹീദിന്റെ മക്കാമിന്റെ ആളാ. മൂപ്പരിങ്ങനെ ഔലിയാക്കന്മാരെ പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഒരു വലിയ അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ ആ വലിയ പിന്നെ സ്വർഗം ചോദിക്കൂല, ആ വലിയ സ്വർഗം ചോദിക്കൂല, നരകത്തിന് രക്ഷപ്പെടാനും ചോദിക്കൂല. നരകായിക്കോട്ടെ എനിക്ക് എന്നാലും വേണ്ടിയില്ല. ഒരു വലിയോ നരകത്തിലായിക്കോട്ടെ എന്നോ അങ്ങനെ പറയുകയോ? അത് മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടുണ്ടാവോ? പറഞ്ഞു. അള്ളാനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക്, അള്ളാനെ പോലെ മൊഹീദ്ദീൻ ശൈഖ് കാണും കേൾക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? കേൾക്കൂ നിങ്ങൾ ആ മുസ്ലിയാർ പറയുന്നത്. കർമ്മം ചെയ്തിട്ട് അങ്ങനെ സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ ദിക്റിൽ ലയിച്ചിട്ട് ഇരുമ്പ് തീയിൽ ലയിച്ചതുപോലെ പടച്ചറബിന്റെ ചിന്തയിൽ ലയിച്ച് അള്ളാഹു 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 അള്ളാ 24 മണിക്കൂറും പടച്ചറബിൽ ലയിച്ച് അങ്ങനെ തീയിന്റെ എല്ലാ ഔസാഫുകളും ഇരുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് പോലെ, തീയിന്റെ എല്ലാ കഴിവും ഇരുമ്പിൽ കാണുന്നത് പോലെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹാന്മാർ പടച്ചറബുമായി നിർബന്ധമായി സുന്നത്തായ കർമ്മങ്ങൾ അതിന്റെ ഹക്ക് പോലെ നിർവഹിച്ച് ശരിയായ ആത്മീയത നേടിയെടുത്ത് അള്ളാഹുവിൽ ലയിച്ച് അവർക്ക് ഉറക്കമില്ല, അവർക്ക് ദുന്യാവിന്റെയോ ആഖിറത്തിന്റെ സ്വർഗമോ അവർ ചോദിക്കുന്നില്ല.
നരകത്തിന് തൊട്ട് അവര് അഭയം തേടുന്നില്ല. നരകായിക്കോട്ടെ, എനിക്ക് നരകം തന്നാൽ വേണ്ടിയില്ല, എനിക്ക് എൻ്റെ പൊരുത്തം വേണോ. അങ്ങനെ അള്ളാഹുവിൽ ലയിച്ചതിൻ്റെ പിന്നിൽ അതാ ഇരുമ്പ് തീയിൽ ലയിച്ചപ്പോൾ തീയിൻ്റെ എല്ലാ ഔസാഫുകളും നേടിയെടുത്തതുപോലെ മഹാന്മാർ അള്ളാഹുവിൻ്റെ ഫവറുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അപാരമായ കഴിവുകൾ അവർ നേടിയെടുത്തു. പക്ഷേ തീ എപ്പോഴെങ്കിലും വിചാരിക്കുക എനിക്കും എന്നെപ്പോലെ കൈവായി ഇരുമ്പ് വിചാരിച്ചാൽ പെട്ടെന്ന് ഇരുമ്പ് തണുത്തു എന്ന പോലെ ഏതെങ്കിലും ഒരു തങ്ങള്, ഏതെങ്കിലും ഒരു ആലിമ്, ഏതെങ്കിലും ഒരു വലിയ ഞാനല്ല ആയിപ്പോയെന്ന് വിചാരിച്ചാൽ അത് ഇരുമ്പ് തണുക്കും പോലെ തീയോ ബന്ധം മുറിക്കുമ്പോഴത്തേന് ഇരുമ്പ് തണുത്ത പോലെ പോലും തണുത്തു. അങ്ങനെ ബർസീസി, ബല്ലാമു, ഇബ്നു സഖയൊക്കെ പരാജയപ്പെട്ടു പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അവസാന നിമിഷത്തിൽ ഇത് പറഞ്ഞു കൊണ്ടുവരുന്നത് ഞമ്മക്കുമാണല്ലോ മരിക്കുക. അപ്പോ അള്ളാലേക്കൊരു വലിയാണ് ലയിച്ചാലേ സ്വർഗം വേണ്ട പഠിച്ചോനെ, നരകൈക്കോട്ടെ പഠിച്ചോനെ, എന്നാലും വേണ്ട നിന്റെ പൊരുത്തം മതി. പ്രിയമുള്ളവർ, എവിടേക്കാണ് മൊയ്ലിയമാർ കൊണ്ടുപോണത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് നിങ്ങൾ ഇങ്ങനൊരു മുസ്ലിയാർ പറയോ? സംശയിക്കണ്ട, കേട്ടില്ലേ നിങ്ങൾ പച്ച മലയാളത്തില്? ഇതിവിടെ കഴിഞ്ഞ തവണ 2 പ്രാവശ്യം ക്ലിപ്പിട്ടില്ല. ഇത് നിങ്ങൾക്ക് ക്ലിപ്പിട്ടുകൊണ്ട് കേൾപ്പിക്കാൻ അവസരം തന്ന അലബി സഖാഫിക്കും അയാളെ കൊണ്ടുവന്ന സംഘാടകർക്കും ആവർത്തിച്ച് നന്ദി രേഖപ്പെടുത്തുകയാ. എന്താ ഇത് വിഷയം? സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അല്ലാഹുവിലേക്ക് ലയിച്ച ആള് ആരാ? ചിന്തിച്ചോ നിങ്ങള്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന എന്താ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ലോകത്ത് നീ ഞങ്ങൾക്ക് ഖൈർ തരണം, പരലോകത്തും ഖൈർ തരണം. ഏതാ പ്രിയമുള്ളവരെ പരലോകത്തെ ഏറ്റവും വലിയ ഖൈർ? സ്വർഗ്ഗമല്ലേ, സ്വർഗ്ഗമല്ലേ? അത് വേണ്ടെന്നല്ല പ്രവാചകൻ പറഞ്ഞത്. പിന്നെയോ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ആ നരകത്തിൽ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികള് നരകമായിക്കോട്ടെ എന്ന് പറയുകയോ? പറഞ്ഞാൽ പിന്നെ ആ വ്യക്തി അല്ലാതെ വലിയാളോ? എന്താണ് ഈ മുസ്ലിയാക്കന്മാർക്ക് പറഞ്ഞുകൂടാത്തത്? പ്രിയമുള്ളവരെ, നിങ്ങളെ ഈമാൻ നിങ്ങൾ കാത്തോ. ഈ ജാതി വ്യാഖ്യാനിച്ചതാണ് മുസ്ലിയാക്കന്മാര്. നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷക്കില്ല, കൈകെട്ടിന് ഉത്തരം പറയേണ്ടി വരും. ഇന്ന മുസ്ലിയാർ പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് ഈ സമയത്തെങ്കിലും ചിന്തിച്ചോ പ്രിയമുള്ളവരെ. എവിടേക്കാ അവരെ കൊണ്ടുപോണേ? ഇനി എങ്ങട്ടാ കൊണ്ടുപോകാൻ ബാക്കി? നരകായിക്കോട്ടെ. എവിടേക്കാ മുസ്ലിയാക്കന്മാർ ജനങ്ങൾ ക്ഷണിക്കുന്നത്? ഇതും സുന്നത്യമാത്തിന്റെ പേരിലല്ലേ? സുന്നത്യമാത്തിന്റെ പേരിലല്ലേ? എവിടേക്കാ സഹോദരങ്ങളെ? ആലോചിച്ചോ. ആവർത്തിച്ച് പറയട്ടെ, ഇങ്ങനെ ക്ലിപ്പിട്ടുകൊണ്ട് സംസാരിക്കാൻ ഒരു അവസരം നൽകിയ ബഹുമാനായ അലവി സഖാഫി, അപ്പുറത്തെ സംഘാടകരെ 1000 നന്ദി രേഖപ്പെടുത്തുകയാ. ആൾക്കാർക്ക് ബോധ്യാവട്ടെ. ഇനി സഹോദരങ്ങളെ, ഖബർ സിയാറത്ത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല, എതിർക്കുന്നില്ല. ഇസ്ലാമിലുള്ള സിയാറത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മരണചിന്തയുണ്ടാവാൻ, ആഖിറത്തിനെ കുറിച്ച് ബോധമുണ്ടാവാനാണ്, അല്ലേ? അതുപോലെ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഈ പറഞ്ഞ ഉദ്ദേശത്തിൽ? അല്ലാതെ മരിച്ചുപോയ ഏതെങ്കിലും വ്യക്തികളോട് ദുആ ചെയ്യാൻ, ഇസ്തിഗാഥ ചെയ്യാൻ അവിടുന്ന് അങ്ങനെ ഒരു സിയാറത്ത് പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിയാർ പറഞ്ഞെന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജ് ഉണ്ടാകുമ്പോ മിഅ്റാജിന്റെ സമയത്ത് ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയില്ലേ? ആദ്യം അതാണല്ലോ നടന്നത് മിഅ്റാജിന്റെ മുമ്പ്. അത് അവിടുത്തെ ഔലിയാക്കന്മാരെ മഖബർ ഉണ്ടായിരുന്നു ചുറ്റും. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു ഖീലയായി മാത്രം പറഞ്ഞ കാര്യം, അതും സ്വഹീഹായ നിലക്ക് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അല്ല. മുഫസ്സിരീങ്ങളൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ വ്യാഖ്യാനം ഖീലയല്ലാത്ത വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചോ? എന്താണ്? അവിടെയുള്ള അതിന് ചുറ്റുമുള്ള കാർഷിക വിഭവങ്ങൾ കൊണ്ട്, പഴവർഗ്ഗങ്ങൾ കൊണ്ടാണെന്നല്ലേ? എന്തിന് അലവി സഖാഫി നിങ്ങൾ മൂടി വെക്കണം? ഹാരിസ് ബിൻ സലീമിന്റെ ആ ക്ലിപ്പ് കട്ട് ചെയ്ത പോലെ തഫ്സീർ നിങ്ങൾ കെട്ടിവെക്കുകയാണോ? കേവലം 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ പാഠപുസ്തകം ദുർവ്യാഖ്യാനം ചെയ്ത പോലെ ഇതും ദുർവ്യാഖ്യാനം ചെയ്യാനോ? എന്താണ് നിങ്ങളുടെ വിചാരം എന്ന് മനസ്സിലാകുന്നില്ല. ഇനിയോ സഹോദരങ്ങളെ,
നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബത്തിന് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഉണ്ടായപ്പോ, വരൾച്ചയും ക്ഷാമവും ഒക്കെ ഉണ്ടായപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ചെന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സഹാബി ഇസ്തിഗാഥ ചെയ്തതായി സ്വഹീഹായ നിലയ്ക്ക് ഉദ്ധരിക്കാൻ സാധ്യമുള്ള തന്റെ ഇടമുള്ള ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത തവണ വരട്ടെ. ഇല്ലെന്ന് ഞങ്ങൾ പറയും, വെറുതെ പറയുന്നതല്ല. സുയൂത്തിയുടെ കിതാബ് വായിച്ചു, കഴിഞ്ഞ തവണ വായിച്ചതാ. എന്താണ് സുയൂത്തി പറഞ്ഞത്? തന്റെ അൽ അംറു ബിൽ ഇത്തിബാ വന്നഹ്യു അനിൽ ഇബ്തിദാ എന്ന കിതാബിൽ സുയൂത്തി പറയുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോ, മുസ്ലിയാക്കന്മാര് പ്രത്യേകം ഒന്ന് കേൾക്കാൻ വന്നിട്ടുണ്ടല്ലോ ഇന്ന്. ശരിക്ക് ശ്രദ്ധിച്ചോ, സുയൂത്തിയുടെ കിതാബ് എന്നാ വായിക്കുന്നത്, ശ്രദ്ധിച്ചോ. എന്താണ് അദ്ദേഹം പറയുന്നു? വസ്വഹാബത്തു റളിയല്ലാഹു അൻഹും വഖദ് അജ്ദബു മർറാത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പല തവണ അവർക്ക് വരൾച്ചയുണ്ടായിട്ടുണ്ട്, വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ധാരാളം വിപത്തുക്കൾ അവരെ നശിപ്പിച്ച് അവർക്ക് വിഷമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബഅദ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം. ശരിക്കും ശ്രദ്ധിച്ചോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം സഹാബത്തിന് കുറെ പ്രശ്നമുണ്ടായി. فهلا جاءوا واستسقوا واستغاثوا عند قبر النبي صلى الله عليه وسلم. എന്നിട്ട് ഓരൊറ്റ സഹാബി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വന്നുകൊണ്ട് മഴക്ക് തേടിയില്ല, ഇസ്തിഗാഥ ചെയ്തില്ല. എന്തുകൊണ്ട് ഇസ്തിഗാഥ ചെയ്തില്ല? വഹുവ അക്രമുൽ ഖൽഖി അലല്ലാഹ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഉന്നതനായ വ്യക്തിയാണല്ലോ അദ്ദേഹം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വന്നുകൊണ്ട് എന്തേ ഒരൊറ്റ സഹാബിയും തേടിയില്ല. കഴിഞ്ഞ തവണ ഞാൻ വായിച്ചതല്ലേ, ഈ നാട്ടിലെ ആളുകൾ കേട്ടതല്ലേ. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നവരെ ശരിക്കും റെക്കോർഡ് ചെയ്തോ, നോട്ട് ചെയ്യുന്നവർ ശരിക്കും നോട്ട് ചെയ്തോ. അലവി സഖാഫി എന്നല്ല, ഏതെങ്കിലും സഖാഫിമാർ ആരെ കൊണ്ടുവന്നിട്ടെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പറയിച്ചോ, ബാക്കി നമുക്ക് പിന്നീട് പറയാം. സുയൂത്തി തുടരുകയാണ്. സഹാബത്ത് ചെയ്തത് പ്രവാചകൻ ഖബറിൽ പോവുകയല്ല. ബൽ ഖറജ ഫീഹിം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മറിച്ചതാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ആ സഹാബികൾപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്നത്, അദ്ദേഹം പുറപ്പെടുന്നു ബിൽ അബ്ബാസി അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ട് പുറപ്പെടുന്നു. ഇലൽ മുസല്ലാ, മുസല്ലയിലേക്ക് പോകുന്നു. ഫസ്തസ്ഖാ ബിഹി, എന്നിട്ട് ഇസ്തിസ്ഖാ നടത്തുന്നു, സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തുന്നു. അദ്ദേഹത്തെ ഇമാമായി നിശ്ചയിക്കുന്നു. വലം യസ്തസ്ഖൂ ഇൻദ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറിച്ചു വെച്ചോ പ്രിയമുള്ളവരെ, വലം യസ്തസ്ഖൂ ഇൻദ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ചെന്നുകൊണ്ട് ആ സഹാബത്താരും ഇസ്തിഗാഥ ചെയ്തില്ല. ആലോചിക്കുക നിങ്ങള്, ഈ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞതിന് ഞങ്ങൾ പുത്തൻവാദികളോ നവീന ആശയക്കാരോ സുന്നത്ത് മതം പുറത്തോ ഈ സഹാബത്തിനൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? ഇനി അഡ്വാൻസ് ആയി പറയട്ടെ, ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്നും പറഞ്ഞു വരണ്ട. എന്തുകൊണ്ട്? അത് ബിലാൽ എന്നൊരു സഹാബിയാണെന്നും പറഞ്ഞിട്ട് വരണ്ട. പറയാനുള്ളത് അത് ബിലാലാണെന്ന് അത് തെളിയിക്കാൻ, സഹീഹായ നിലക്ക് തെളിയിക്കാൻ കയ്യിൽ രേഖയുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇബ്നു ഹജർ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വരണ്ട. കാരണം ഇബ്നു ഹജർ പറഞ്ഞത് ഖാല സൈഫുൻ ഫിൽ ഫുതൂഹി, സൈഫ് തന്റെ ഫുതൂഹ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ആ സൈഫിനെ പറ്റി എന്താണ് അതേ ഇബ്നു ഹജർ പറഞ്ഞത് എന്നതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. മറുപടി ഉണ്ടെങ്കിൽ പറയേണ്ടതുണ്ട്. അതും കൂടി നോക്കിയിട്ട് വന്നാൽ മതി എന്നർത്ഥം. ശരി സഹോദരങ്ങളെ, ഖബർ സിയാറത്ത് എതിരല്ല. ഇനി ഇന്ന് ഖബറിൽ എന്തൊക്കെയായി? ഖബറിൽ ചെന്ന് ഖബറാളിയോട് പ്രാർത്ഥന അല്ലേ? നുസ്രത്തുൽ അനാം എന്ന പ്രസിദ്ധീകരണം, ഈ നുസ്രത്തുൽ അനാം സംസ്ഥാന സുന്നിയുടേതാണ്. ഇതിൽ പറയുന്നത് സുന്നികൾ മഹാത്മാക്കളോട് ഖബറുകൾ സന്ദർശിക്കുമ്പോ അവരോട് നേരിട്ട് ഇസ്തിഗാഥ അഥവാ പ്രാർത്ഥന തന്നെ നടത്താറുണ്ട്. അതും ശിർക്കോ പാപമോ അല്ല എന്നാണ്, പ്രാർത്ഥിക്കാമെന്നാണ്. അലവി സഖാഫി പറഞ്ഞേ പ്രാർത്ഥിക്കാറില്ല എന്നാണ്. ഏതാ സുന്നത്തുമായിട്ട് വിശദീകരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ശരി സഹോദരങ്ങളെ,
ഇനി പോയി പോയി ഖബർ മുത്താൻ തുടങ്ങി, ഖബർ ചുംബിക്കാൻ തുടങ്ങി. ഇസ്ലാമിൽ അതില്ല, ജൂതന്മാരുടെ ഏർപ്പാടാണത്. നോക്കുക, രണ്ട് ക്ലിപ്പുകൾ നിങ്ങൾ കാണാൻ പോകുന്നു. ഒന്ന് പൊന്മള, മറ്റൊന്ന് പേരോട്. പൊന്മള പറയുന്നതോ ഖബർ മുത്തൽ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു പന്തികേടും ഇല്ല. ശേഷം പേരോട് പറയും. പൊന്മള പറയുന്ന മഹാന്മാരുടെ ഖബർ മുത്തുകയാണെങ്കിലും അത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു പന്തികേടും ഇല്ല. പൊന്മള പറയുന്നതോ പേരോട് പറയുന്നതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഖബർ നീ മുത്താൻ പാടില്ല, ചുംബിക്കാൻ പാടില്ല. റസൂലിനെക്കാളും വലിയ മഹാൻ വേറല്ലല്ലോ. ആദ്യം പൊന്മള പറയുന്നു ഖബർ മുത്താം, അത് നല്ലതാണ്, മാത്രല്ല അതിൽ യാതൊരു പന്തികേടുമില്ല എന്ന് അയാൾ പറയുന്നു. ശ്രദ്ധിക്കൂ. ചില മക്ബറകൾ വ്യാപകമായി കാണുന്നതാണ്. മക്ബറകളിലെല്ലാം വന്നിട്ട് സാധാരണക്കാരായ ജനങ്ങൾ തൊട്ടിങ്ങനെ മുത്തുന്നൊരു സ്വഭാവം, തൊട്ടുമുത്തുക എന്ന് പറയുന്നൊരു പ്രവണത. ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുവദനീയമാണോ, അതല്ല ഇതുപോലെ ഗുണങ്ങളുമുള്ള കാര്യമാണോ എന്ന് മഹാന്മാരുടെ ഖബറുകൾ ചെന്നാണ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ ഖബറുകളിലൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല. മഹാന്മാരാകുമ്പോൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പൂർവ്വകാലം മുതലേ ഉള്ളതും പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിന് വേണ്ടി അവിടെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ തബറുക്കിന് വേണ്ടി തൊട്ടുമുത്തുന്ന കാര്യം അതും അപ്രകാരം തന്നെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു പന്തികേടും ഇല്ല. അതേ സ്ഥാനത്ത് ഹൈന്ദവരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ ബിംബത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നത് പോലെ ഉള്ള തൊട്ടുമുത്തലും പരിപാടികളും നമുക്ക് പാടുമില്ല. ഇത് രണ്ടും വ്യക്തമായി വിശദമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയും അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷിർവാനിയും നോക്കിയാൽ ഈ വസ്തുത വിവരിച്ചു കാണും. അതേപോലെ തന്നെ ഇമാം റംലിയുടെ നിഹായിലും ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല അലീഷ് ഇബ്രാഹിം പറഞ്ഞത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തൊട്ടുമുത്തുക എന്നത് കഅബയെ തവാഫ് ചെയ്യുന്ന വേളയിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തും പോലെയാണ്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ നേരെ കഴിയാത്ത ആൾക്ക് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും ചുംബിക്കാൻ അനുമതിയുള്ളതുപോലെ മക്കാമിൽ ചെല്ലുന്ന ആൾക്ക് അഹമ്മദുൽ ബദവിയുടെ ഒക്കെ ഖബറിൽ വലിയ തിരക്കുണ്ടാകും. ചിലപ്പോൾ അങ്ങനെ തൊട്ടുമുത്താനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ബറക്കത്ത് ഉദ്ദേശിക്കുന്ന ആൾക്ക് കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ച് തൊട്ടുമുത്തിയാലും യാതൊരു പന്തികേടും ഇല്ല എന്നാണ്. അവെന്താ പറഞ്ഞത്? ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു പന്തികേടും ഇല്ല.